ജൂതന്മാരും അറബികളും തമ്മിൽ ഏത് സമയത്തും യുദ്ധം ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ പോലും എപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഇവർ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകാനുള്ള കാരണം മനസ്സിലാക്കണമെങ്കിൽ ബൈബിളിലെ രണ്ട് വ്യക്തികളെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ഇസഹാക്ക്, ഇഷ്മായേൽ. ഈ രണ്ട് സഹോദരന്മാരും അബ്രഹാമിന്റെ മക്കളാണ്. ഇസഹാക്ക് ജൂതജനത്തിന്റെ ഗോത്രപിതാവാണ്. ഇഷ്മായേൽ അറബികളുടെയും മുസ്ലിങ്ങളുടെയും ഗോത്രപിതാവാണ്. ഇസ്രായേലും അറബികളുടെ ദേശവും തമ്മിൽ ഇന്ന് നാം കാണുന്നത് പോലെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ രണ്ട് സഹോദരന്മാർ തമ്മിലും ഒരു സംഘർഷം ഉണ്ടായിരുന്നു. ഈ സംഘർഷത്തിന്റെ കാരണം എന്താണ് എന്ന് ബൈബിൾ വിശദമായി പറയുന്നുണ്ട്. മാത്രമല്ല, ഈ സംഘർഷം എങ്ങനെ അവസാനിക്കുമെന്നും പറയുന്നുണ്ട്. അതായത് ഈ രണ്ട് സഹോദരന്മാരും തമ്മിൽ ഒന്നിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. അതായത് ഇന്നത്തെ ഈ സംഘർഷം എങ്ങനെ അവസാനിക്കുമെന്ന് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ കൃത്യമായി പ്രവചിക്കുന്ന ഒരു രംഗമാണിത്. ഈ യുദ്ധവും സംഘർഷങ്ങളുമെല്ലാം എങ്ങനെ അവസാനിക്കുമെന്ന് നിങ്ങൾക്കറിയാവോ? പിതാക്കന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ കുട്ടികൾക്കുള്ള പ്രവചന അടയാളമാണ് എന്ന് പറയുന്ന ഒരു പുരാതന ജൂത തത്വമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഗോത്രപിതാക്കന്മാരുടെ ജീവിതം വെറും ചരിത്ര സംഭവം മാത്രമല്ല, അവർ അവരുടെ പിൻഗാമികളുടെ ഭാവിയെ പ്രവചനാത്മകമായി മുൻകൂട്ടി കാണിക്കുന്നു എന്നാണ്. പഴയ നിയമത്തിലെ ചരിത്രങ്ങൾ ഉപയോഗിച്ച് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്താൻ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ച ടൈപ്പോളജി എന്നറിയപ്പെടുന്ന ഒരു ആശയത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മുസ്ലിം രാഷ്ട്രങ്ങളും ഇസ്രായേലും തമ്മിലുള്ള ഈ സംഘർഷം മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ ഈ രണ്ട് രീതികൾ ഉപയോഗിച്ചു. അതിൽ കിട്ടിയ റിസൾട്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇതെല്ലാം ആരംഭിക്കുന്നത് ഉൽപ്പത്തി മുതലാണ്. ഇസഹാക്കും അവന്റെ അമ്മ സാറയും ഇസ്രായേൽ ജനത്തെ കാണിക്കുന്നു. മുസ്ലിം പാരമ്പര്യം അനുസരിച്ച് ഇഷ്മായേലും അവന്റെ അമ്മ ഹാഗറും മുസ്ലിം ജനതയെ കാണിക്കുന്നു. ഇങ്ങനെ നോക്കിയാൽ എല്ലാം വ്യക്തമായി നമുക്ക് മനസ്സിലാകും. ദൈവം അബ്രഹാമിന്റെ സന്തതിക്ക് ഒരു അനുഗ്രഹം കൊടുത്തു. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഭൂമിയിലെ സകല വംശങ്ങളും നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും എന്ന്. എന്നാലും അതിനകത്ത് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവന്റെ ഭാര്യയായ സാറ മച്ചിയായിരുന്നു. അവൾക്ക് കുട്ടികളുണ്ടായില്ല. വർഷങ്ങൾ കഴിഞ്ഞു. ഇനി കുട്ടികളുണ്ടാകാൻ ഒരു വഴിയുമില്ല എന്ന് അവൾ വിചാരിച്ചു. അവസാനം അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു ആചാരം അനുസരിച്ച് അവൾ ഒരു കാര്യം ചെയ്തു. യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നു, എൻ്റെ ദാസിയുടെ അടുക്കൽ ചെല്ലുക, അവളിലൂടെ ഒരു പക്ഷേ എനിക്ക് മക്കൾ ഉണ്ടായേക്കാം എന്ന് സാറ അബ്രഹാമിനോട് പറഞ്ഞു. ഈ പരിഹാരങ്ങളൊക്കെ നല്ലതായിരുന്നു. പക്ഷേ ഈ ഒരു പരിഹാരം അടുത്തൊരു പുതിയ പ്രശ്നം കൊണ്ടുവരാൻ തുടങ്ങി. ഹാഗർ ഗർഭിണിയായ ശേഷം അപഹർഷാബോധം കാരണം സാറ ഹാഗാറിനോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. വല്ലാതെ വിഷമിച്ച ഹാഗാർ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവൾക്ക് ഇനി നല്ലൊരു ഭാവി ഇല്ല എന്ന് അവൾ വിചാരിച്ചു. അങ്ങനെ മരുഭൂമിയിൽ ഒരു നീരുറവയുടെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവളോട് നേരിട്ട് സംസാരിച്ചു. ആദ്യം അവൻ അവൾക്കൊരു കൽപ്പന കൊടുത്തു, ശേഷം അനുഗ്രഹവും കൊടുത്തു. നീ യജമാനത്തിയുടെ അടുത്തേക്ക് മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക. ഞാൻ നിന്റെ സന്തതിയെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം അത്യധികം വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞു. പിന്നെ ആ മകന് ആ ദൂതൻ ഒരു പേര് കൊടുത്തു. നീ അവന് ഇഷ്മായേൽ എന്ന് പേരിടണം, കാരണം കർത്താവ് നിന്റെ കഷ്ടപ്പാടുകൾ കണ്ടിരിക്കുന്നു. ഇവിടെ ഇന്നത്തെ കാലത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനം ഉൽപ്പത്തി അവതരിപ്പിക്കുന്നുണ്ട്. ഇഷ്മായേലിൻ്റെ സ്വഭാവത്തെയും അവൻ്റെ സന്തതിയുടെ സ്വഭാവത്തെയും കുറിച്ചുള്ള ഒരു പ്രവചനം. അവൻ കാട്ടുകഴുതയെ പോലുള്ള ഒരു മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായിരിക്കും, എല്ലാവരുടെയും കൈ അവനും വിരോധമായിരിക്കും. അവൻ തൻ്റെ സകല സഹോദരങ്ങളോടും ശത്രുതയിൽ ജീവിക്കും. ഈ പ്രവചനത്തെക്കുറിച്ച് വിശദമായി നമുക്കൊന്ന് നോക്കാം. ഈ പുരാതന പ്രവചനം ഇന്നത്തെ പ്രധാന വാർത്തകളിൽ നമുക്ക് കാണാം. ഒരു കഴുതയെപ്പോലെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇത് എന്തൊരു അനുഗ്രഹമാണ് എന്നൊക്കെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇഷ്മായേലിനെ ദൈവം അനുഗ്രഹിച്ചു എന്ന കാര്യം നാം മറക്കരുത്. കാട്ടുകഴുത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാം. അത് ഇഷ്മായേലിനെ നാണം കെടുത്താനായിട്ട് പറയുന്ന ഒരു കാര്യമല്ല. അന്നത്തെ കാലത്ത് കാട്ടുകഴുത എന്ന് പറയുന്നത് മെരുക്കാൻ കഴിയാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ്. എല്ലാ പ്രതികൂലത്തെയും അതിജീവിക്കാൻ കഴിയുന്ന ഒരു ജനത്തെക്കുറിച്ചും ഏതാണ്ട് എല്ലാ സമയത്തും സംഘർഷാവസ്ഥയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനത്തെയും കുറിച്ചാണ് ഈ പ്രവചനം പറയുന്നത്. ഹാഗാർ തിരിച്ചെത്തി അവളുടെ മകനെ പ്രസവിച്ചു. അബ്രഹാം അവന് ഇഷ്മായേൽ എന്ന് പേരിട്ടു. ഈ കുട്ടി അറബ് ജനതയുടെ ഗോത്രപിതാവായി മാറി. അവരിൽ നിന്നാണ് ഇസ്ലാം പിന്നീട് ഉയർന്നു വന്നത്. 13 വർഷം ഇഷ്മായേൽ അബ്രഹാമിൻ്റെ വീട്ടിൽ ഏകമകനും മൂത്ത മകനും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും അവകാശിയുമായിരുന്നു.
പ്രവചനം അനുസരിച്ച് ഇഷ്മായേലിനെ ഒരു കാട്ടുകഴുതയെ പോലെയും മെരുക്കാൻ കഴിയാത്ത ഒരു സ്വതന്ത്ര ആത്മാവിനെ പോലെയുമാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്ന് അറബ് രാഷ്ട്രങ്ങളുടെ അഭിമാനത്തിലും സഹിഷ്ണുതയിലും പലരും ഈ സ്വഭാവം കാണുന്നുണ്ട്. എന്നിരുന്നാലും പ്രവചനത്തിന് 2 വശങ്ങളുണ്ടായിരുന്നു. അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായിരിക്കും, എല്ലാവരുടെയും കൈ അവന് വിരോധമായിരിക്കും. അവൻ തൻ്റെ സകല സഹോദരങ്ങളോടും ശത്രുതയിൽ ജീവിക്കും എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദുഃഖകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും സംഘർഷത്തിലായിരിക്കുമെന്ന ഈ പ്രവചനം ഇന്ന് 2 രീതിയിൽ നമുക്ക് കാണാം. ഈ പ്രവചനം അനുസരിച്ച് പുറത്തുള്ളവരോട് മാത്രം സംഘർഷത്തിലായിരിക്കും എന്നല്ല. ഇസ്ലാമികത്തിൽ 2 വിഭാഗമുണ്ട്, സുന്നി, ഷിയ. സിറിയയിലോ യമനിലോ ഉള്ളതുപോലെ ഇന്നത്തെ യുദ്ധങ്ങൾ സഹോദരങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ദാരുണമായ ഉദാഹരണങ്ങളാണ്. ഇസ്രായേലിൻ്റെ ശത്രുത പുറത്തുള്ളവരോട് മാത്രമല്ല, സ്വന്തം സഹോദരന്മാർ തമ്മിലും ഉണ്ടാകും എന്ന പ്രവചന മുന്നറിയിപ്പിനെ എടുത്തു കാണിക്കുന്നുണ്ട്. എന്നാൽ ഇസഹാക്ക് ജനിച്ചതിന് ശേഷമാണ് ഇസ്രായേലുമായുള്ള സംഘർഷത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമാകുന്നത്. വർഷങ്ങൾ കഴിഞ്ഞു. പെട്ടെന്നൊരു ദിവസം 3 ഗസ്റ്റ് അബ്രഹാമിൻ്റെ വീട്ടിൽ വന്നു. 99 വയസ്സുള്ള അബ്രഹാം അവരെ സ്വീകരിച്ചു. അവരിൽ ഒരാൾ അവിശ്വസനീയമായ ഒരു പ്രവചനം പറഞ്ഞു. അടുത്ത വർഷം ഇതേ സമയം ഞാൻ നിന്റെ അടുക്കൽ വരും. അപ്പോൾ നിന്റെ ഭാര്യയായ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും. സാറ ഇത് കേട്ട് ചിരിച്ചു. പക്ഷേ അബ്രഹാമിൻ്റെ പ്രതികരണം തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇനി ജനിക്കാൻ പോകുന്ന മകനിലൂടെയാണ് അവൻ്റെ സന്തതി വരുന്നത് എന്ന കാര്യം ദൈവം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ ചിന്ത ഇഷ്മായേലിനെ കുറിച്ചായിരുന്നു. മനസ്സിൽ സന്തോഷമുണ്ടാകുന്നതിന് പകരം അവിടുത്തെ അനുഗ്രഹത്താൽ ഇഷ്മായേൽ ജീവിച്ചിരുന്നാൽ മതി എന്ന് അപേക്ഷിച്ചു. ആദ്യ മകനെ ഒരുപാട് സ്നേഹിച്ച ഹൃദയം തകർന്ന് ഒരു പിതാവിൻ്റെ പ്രതികരണമായിരുന്നു ഇത്. അങ്ങനെ സാറ ഒരു മകനെ പ്രസവിച്ചു. അബ്രഹാം അവന് ഇസഹാക്ക് എന്ന് പേരിട്ടു. എബ്രായ ഭാഷയിൽ അവൻ ചിരിക്കും എന്നാണ് അതിനർത്ഥം. ആ കുടുംബത്തിൽ നല്ല സന്തോഷമുണ്ടായിരുന്നു. ഒരു വശത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. ഇസഹാക്കിൻ്റെ മുലകുടി മാറിയതിൻ്റെ ആഘോഷം നടക്കുന്ന സമയത്ത് പ്രശ്നങ്ങളുണ്ടായി. ഇഷ്മായേൽ ഇസഹാക്കിനെ പരിഹസിക്കുന്നത് സാറ കണ്ടു. ഇവിടെ പരിഹാസം എന്ന എബ്രായ പദം ഇസഹാക്ക് എന്ന പേരിൻ്റെ അതേ മൂലരൂപമാണ്. ഇഷ്മായേൽ വെറുതെ കളിയാക്കുമായിരുന്നു എന്നല്ല, ആരാണ് യഥാർത്ഥ അവകാശി എന്ന രീതിയിൽ പറയുമായിരുന്നു. ഞാനാണ് മൂത്ത മകൻ, ഞാനാണ് ആദ്യ അവകാശി എന്ന് പറയുന്നത് പോലെ. സാറ കേട്ട ഉടനെ പ്രശ്നമുണ്ടാക്കി. ആ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കുമായി ഒരിക്കലും ഓഹരി പങ്കിടാതിരിക്കേണ്ടതിന് ആ ദാസിയെയും അവളുടെ മകനെയും പുറത്താക്കി കളയണം എന്ന് അബ്രഹാമിനോട് പറഞ്ഞു. ബൈബിൾ പറയുന്നു, അവനും തൻ്റെ മകനായതുകൊണ്ട് ഈ കാര്യം അബ്രഹാമിനെ ഒരുപാട് വിഷമിപ്പിച്ചു. അവൻ്റെ ഹൃദയം തകർന്നു പോയി. ദൈവം സാറ പറയുന്നത് പോലെ ചെയ്യാൻ അബ്രഹാമിനോട് പറഞ്ഞു. പക്ഷേ ഇഷ്മായേൽ ഒരു വലിയ ജാതിയാകുമെന്ന് ഒരു വാഗ്ദത്തവും കൊടുത്തു. അതവനെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാലും അബ്രഹാം അനുസരിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ ഹാഗറിനെയും ഇഷ്മായേലിനെയും അപ്പവും വെള്ളവും കൊടുത്ത് മരുഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. ആ സംഭവം ശാരീരികമായ വേർപിരിയലിനെ അടയാളപ്പെടുത്തി. മാത്രമല്ല, അന്നു മുതൽ ആത്മീയമായും അവർ വേർപിരിയാൻ തുടങ്ങി. ഒരു അപ്പന് തൻ്റെ മക്കളിൽ ഒരാളെ മാത്രം തിരഞ്ഞെടുക്കേണ്ടി വന്നു. തൻ്റെ മകൻ ഇഷ്മായേലിനെ പുറത്താക്കിയതുകൊണ്ട് അബ്രഹാം അനുഭവിച്ച വേദന ഇന്ന് ഈ 2 ജനതയും വഹിക്കുന്ന ചരിത്രപരമായ മുറിവുകളെ കാണിക്കുന്നുണ്ട്. പല മുസ്ലിം രാജ്യങ്ങൾക്കും പാലസ്തീനികൾക്കും 1948 ഇസ്രായേൽ രാജ്യമായി പ്രഖ്യാപിച്ചതും അവരുടെ ജനത്തെ നാടുകടത്തിയതും ഒരു ദുരന്തമായിരുന്നു. അവരതിനെ നക്ബ എന്നാണ് വിളിക്കുന്നത്. ഹാഗറിനെയും ഇഷ്മായേലിനെ മരുഭൂമിയിലേക്ക് പുറത്താക്കിയതിൻ്റെ ഇന്നത്തെ പതിപ്പാണ് ഈ ദുരന്തം. ഇഷ്മായേലിനെ ദൈവം അനുഗ്രഹിക്കും എന്ന വാഗ്ദത്തം അബ്രഹാം കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു കുഞ്ഞുണ്ടായി ഒറ്റ രാത്രി കൊണ്ട് അവൻ്റെ ഭാവി ഇല്ലാതായി എന്നവൻ വിചാരിച്ചു. ഇസഹാക്കിൻ്റെ ജന്മാവകാശം പങ്കിടുക എന്നതിനെക്കുറിച്ചല്ല ഇവിടെ കാണിക്കുന്നത്, സകലത്തെയും നഷ്ടപ്പെടുത്തുക എന്നതാണ്. ഇത് അസൂയയെക്കുറിച്ചല്ല. ഇഷ്മായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസഹാക്കിൻ്റെ ജീവിതം സ്വന്തം വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്ന ഒന്നാണ്. ഈ സ്വഭാവം ഇന്ന് നമുക്ക് കാണാം. ഇസ്രായേലിൻ്റെ അസ്തിത്വം ചുറ്റുമുള്ള രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളെ ഇല്ലാതാക്കുമെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എൻ്റെ മകൻ്റെ കൂടെ അവന് അവകാശം കൊടുക്കാൻ കഴിയില്ല എന്ന സാറയുടെ ആവശ്യം ഇന്നത്തെ ഏറ്റവും സമൂലമായ പ്രസംഗങ്ങളിലും നമുക്ക് കാണാം. ഉദാഹരണത്തിന്, ഇറാനിയൻ നേതാക്കൾ ഇസ്രായേലിൻ്റെ നാശത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ ഇറാൻ്റെ നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആക്രമിക്കുക എന്ന് ആഹ്വാനം ചെയ്യുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേരിൽ പറയുന്ന ഒരു വാചകം ഉൾക്കൊള്ളുന്നുണ്ട്. ഹദീസ് എന്ന് പറയുന്ന ഈ വാചകം പറയുന്നത് മുസ്ലിംസ് ജൂതന്മാർക്കെതിരെ പോരാടി മുസ്ലിങ്ങൾ അവരെ കൊല്ലുന്നത് വരെ അന്ത്യനാൾ വരില്ല എന്ന് അവകാശപ്പെടുന്നുണ്ട്. ഇസ്രായേലിനെ പ്രതിനിധീകരിക്കുന്ന ഇസഹാക്കും അറബ് ജനതയെ പ്രതിനിധീകരിക്കുന്ന ഇഷ്മായേലും തമ്മിൽ വേർപിരിഞ്ഞു. എങ്കിലും ദൈവത്തിന് 2 പേരെക്കുറിച്ചും പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതികൾ വ്യത്യസ്തവുമായിരുന്നു. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പരമപ്രധാനപ്പെട്ട കാര്യം, ഇസഹാക്കിന് മാത്രമാണ് ഉടമ്പടി ലഭിച്ചത്. ഒരു ഉടമ്പടി എന്ന് പറയുന്നത് വാഗ്ദത്തത്തെക്കാൾ ശക്തിയുള്ളതാണ്. അങ്ങനെയല്ല, നിന്റെ ഭാര്യയായ സാറ നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് ഇസഹാക്ക് എന്ന് നാമകരണം ചെയ്യണം. ഞാൻ അവനോടും അവന് ശേഷം അവൻ്റെ സന്തതികളോടും എൻ്റെ ഉടമ്പടി ശാശ്വത ഉടമ്പടിയായി ഉറപ്പിക്കും. ഇസഹാക്കിന് ഒരു ആത്മീയ ഉടമ്പടി ലഭിച്ചു. അതേസമയം ഇഷ്മായേലിന് ശക്തി, സ്ഥലം എന്നീ കാര്യങ്ങൾ വാഗ്ദാനമായി കിട്ടി.
യാക്കോബിന്റെ പുത്രന്മാരെ പോലെ 12 പുത്രന്മാർ ഇഷ്മായേലിന് ഉണ്ടായിരുന്നു. അറബ് രാഷ്ട്രങ്ങൾ ഇവരിലൂടെയാണ് ഉണ്ടായത്. എന്നിരുന്നാലും ഖുറാനും തോറയും അബ്രഹാമിന്റെ ജീവിതം 2 വ്യത്യസ്ത രീതിയിൽ കാണിക്കുന്നുണ്ട്. ഖുറാൻ ദൈവത്തിന്റെ അവസാന സന്ദേശമാണ്. മുൻകാല വിശുദ്ധ ഗ്രന്ഥങ്ങൾ പലരും മാറ്റി എഴുതിയെന്ന് അവർ വാദിക്കുന്നുണ്ട്. അബ്രഹാം മകനെ ബലിയർപ്പിക്കുന്ന കാര്യത്തിലാണ് പ്രധാന വ്യത്യാസമുള്ളത്. ദൈവം അബ്രഹാമിനോട് ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് പറഞ്ഞു. ഇത് ഉടമ്പടി സീൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നിമിഷമായിരുന്നു. പക്ഷേ ഇസ്ലാമിക പാരമ്പര്യം അനുസരിച്ച് ഇഷ്മായേലിനെയാണ് ബലിയർപ്പിക്കാൻ അബ്രഹാം കൊണ്ടുപോയതെന്ന് പറയുന്നു. അവനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ അവകാശിയെന്നും ആ വംശപരമ്പരയിലാണ് മുഹമ്മദ് നബി ജനിച്ചതെന്നും പറയുന്നു. യഹൂദ മതവും ക്രിസ്തു മതവും ഇസഹാക്കിന്റെ ചരിത്രത്തെയാണ് പിന്തുടരുന്നത്. അതേസമയം ഇസ്ലാം ഇഷ്മായേലിന്റെ ചരിത്രത്തെയാണ് പിന്തുടരുന്നത്. അബ്രഹാമും ഇഷ്മായേലും മക്കയെ സ്ഥാപിച്ചു എന്നും പറയുന്നുണ്ട്. ഈ വ്യത്യാസമാണ് യെരുശലേമിലെ പുണ്യസ്ഥലങ്ങളെ ചൊല്ലിയുള്ള അക്രമശക്തമായ സംഘർഷങ്ങൾക്ക് കാരണമായത്. യഹൂദന്മാരുടെ ടെമ്പിൾ മൗണ്ട് 2 പ്രധാനപ്പെട്ട പള്ളികളുടെ സ്ഥലമാണ്. ഡോം ഓഫ് ദി റോക്കിന് താഴെയുള്ള അടിസ്ഥാന കല്ലിന് പരസ്പര വിരുദ്ധമായ ഒരു പ്രാധാന്യമുണ്ട്. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ആദാമിനെ സൃഷ്ടിച്ച സ്ഥലവും അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുവന്ന ഒരു ആത്മീയ സ്ഥലവുമാണ് ഇത് എന്ന് പറയുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സ്വർഗത്തിലേക്ക് കയറിപ്പോയത് അവിടെ നിന്നാണ്. അതുപോലെ ടെമ്പിൾ മൗണ്ടിൻ്റെ സംരക്ഷണ ഭിത്തിയായ പടിഞ്ഞാറൻ മതിൽ ജൂതന്മാർക്ക് ഒരു പ്രാർത്ഥനാ സ്ഥലമാണ്. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി തൻ്റെ കുതിരയെ കെട്ടിയിട്ട് ബരാഖ് മതിലാണത്. ഈ സ്ഥലം 2 പക്ഷക്കാർക്കും പ്രധാനപ്പെട്ട സ്ഥലമാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ ഇസ്രായേൽ എന്ന സ്ഥലത്തിനു വേണ്ടി ഈ അറബികളും ഇസ്രായേൽ ജനവും യുദ്ധം ചെയ്യുന്നത്. ഇവർ തമ്മിലുള്ള യുദ്ധം അവസാനിക്കാൻ സാധ്യതയുണ്ടോ? ബൈബിൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? സംഘർഷം ഉണ്ടായിരുന്നു, ഉണ്ട്, ചിലപ്പോൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അവർ തമ്മിൽ ഒരു പ്രകൃത്യാതീതമായ സമാധാനം ഉണ്ടാകുമെന്ന് ബൈബിൾ പണ്ഡിതന്മാർ വിശ്വസിക്കുന്നുണ്ട്. ഇസഹാക്കും ഇഷ്മായേലും ശത്രുതയിലാണെങ്കിലും അബ്രഹാമിനെ അടക്കം ചെയ്യുന്ന സമയത്ത് അവർ ഒരുമിച്ച് വന്നുവെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭാവിയിൽ സംഭവിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്തെക്കുറിച്ച് നമുക്ക് നോക്കിയാൽ സംഘർഷം പരിഹരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും ചില സംഭവങ്ങൾ ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള സമാധാന ഐക്യത്തിൻ്റെ തുടക്കമായി വ്യാഖ്യാനിക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെ അടക്കത്തിന് ഇസഹാക്കും ഇഷ്മായേലും ഒരുമിച്ചതുപോലെ സമീപകാലത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ബഹ്റൈൻ ഉൾപ്പെടെ പല അറബ് രാജ്യങ്ങൾ വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. അവർ സമാധാന കരാറുകളിൽ ഒപ്പുവെച്ചു. ഇസ്രായേലുമായുള്ള ബന്ധം സമാധാനപരമായ രീതിയിൽ ആക്കുകയും ചെയ്തു. ഏറ്റവും കൗതുകം ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടികൾക്ക് അവരിട്ട പേരാണ്. അതാണ് അബ്രഹാമിൻ്റെ ഉടമ്പടി. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി യുദ്ധത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ജൂതന്മാരുടെയും മുസ്ലിങ്ങളുടെയും പിതാവിനെ മനഃപൂർവ്വം ഓർത്ത് ആ ഉടമ്പടി അവർ ചെയ്തു. ദൈവശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും വ്യത്യാസങ്ങളുണ്ട് എങ്കിലും അവരുടെ ഉത്ഭവം ഒന്നു തന്നെയാണ് എന്നതിനെ അംഗീകരിക്കുന്ന തരത്തിലായിരുന്നു ആ പേര്. ഇത് അവർ തമ്മിലുള്ള സമാധാനപരമായുള്ള ബന്ധത്തിൻ്റെ തുടക്കമാണെന്ന് ബൈബിൾ പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. അവർ തമ്മിൽ പൊതുവായി ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അവർ നിരന്തരം യുദ്ധം ചെയ്യുന്നതിൻ്റെ കാര്യം ഇപ്പോൾ മനസ്സിലായല്ലോ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.